അമ്മേ, മാമൻ എന്നെ ബാറ്റ് ടച്ച് ചെയ്തു. മീനുമോള് വന്ന് പറഞ്ഞത് കേട്ട് ഒരു നിമിഷം മുഖാമുഖം നോക്കിപ്പോയി മീരയും ആനന്ദും. അത് കലക്കി. LKG പഠിക്കണ മോൾക്ക് ഈ പ്രായത്തിലെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്നും പറഞ്ഞ് ക്ലാസ് എടുപ്പല്ലേ ജോലി. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ സ്വന്തം അനിയനെ പറ്റി തന്നെ മോള് വന്ന് പറയുന്നത്. ആനന്ദിൻ്റെ ആ വാക്കുകളിൽ ചെറിയൊരു പുച്ഛവും നിറഞ്ഞിരുന്നു. അവൾ കുഞ്ഞല്ലേ ഏട്ടാ, കാര്യങ്ങൾ പതിയല്ലേ മനസ്സിലാകുകയുള്ളൂ. മീരയും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും പ്രതിയായ മാമൻ വിഷ്ണുവും അവിടേക്കെത്തി. എന്താ ചേച്ചി, എന്താ പ്രശ്നം? മോള് കുരുത്തക്കേട് എന്തേലും കാട്ടിയോ? അവൻ്റെ ചോദ്യം കേട്ടിട്ട് മറുപടി പറയാൻ ഒന്ന് പരുങ്ങി മീര. ഒരുപക്ഷെ കേട്ടാൽ വിഷമം തോന്നിയേക്കാം എന്നോർത്ത് സംഭവം അവനിൽ നിന്നും മറയ്ക്കാനുള്ള ശ്രമമാണ് അതെന്ന് മനസ്സിലാക്കവേ ആനന്ദ് മുറിയിലേക്ക് കയറി. ഓ, അതൊന്നും കാര്യമില്ലടോ, സ്ഥിരമല്ലേ അമ്മയും മോളും കൂടി. നീ വാ, നമുക്ക് പോകാം. ആനന്ദ് പുറത്തേക്ക് നടക്കവേ പിന്നാലെ വിഷ്ണുവും ചെന്നു. ഒക്കെയും കേട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി നിന്നു മീനു. ശേഷം ആനന്ദിന് പിന്നാലെ ഓടിയവൾ. അച്ഛാ, ഞാനും വരുന്നു. അതോടെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. എന്നാൽ അന്നത്തെ ദിവസം മുഴുവനും അസ്വസ്ഥയായിരുന്നു മീര. ഏട്ടാ, മോള് ഇത്തരം ഒരു കാര്യം നമ്മളോടല്ലാതെ പുറത്ത് ആരോടേലും പറഞ്ഞാൽ അതൊരു വലിയ നാണക്കേടാകില്ലേ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ഒക്കെ അല്പം ഓവറായി പോയി എന്ന് തോന്നുന്നു. രാത്രി കിടക്കാൻ നേരം അവൾ പറഞ്ഞത് കേട്ട് ബെഡിലേക്കിരുന്നു ആനന്ദ്. ഹെടോ, കാര്യമാക്കേണ്ട, കൊച്ചല്ലേ അവള്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും. താൻ ദയവ് ചെയ്ത് ഇനി മോളെ ഓവറായി പഠിപ്പിക്കാൻ നിൽക്കരുത്. പാവം വിഷ്ണു ഇതറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും. കോളേജിൽ 2 ദിവസം അവധി കിട്ടിയപ്പോൾ മോളെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഓടി വന്നതാ അവൻ. ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മീരയ്ക്കും തോന്നി. അപ്പോഴേക്കും മീനുവിനെയും കൊണ്ട് വിഷ്ണുവും മുറിയിലേക്ക് വന്നു. മോൾ കുറക്കം വന്ന് തുടങ്ങി ചേച്ചി. ആഹാ, രാവിലെ മുതൽ നിന്നോടൊപ്പം ഓടിച്ചാടി നടന്നതല്ലേ, ക്ഷീണം കാണും. ഇനിയിപ്പോൾ ഉറങ്ങാം. മീര പതിയെ മോളെ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. ചേട്ടാ, ഞാൻ നാളെ രാവിലെ തന്നെ പോകും കേട്ടോ. വിഷ്ണു പറഞ്ഞത് കേട്ട് സംശയത്തോടെ അവനെ നോക്കി ആനന്ദ്. നിനക്ക് ഒരാഴ്ച അവധിയല്ലേ, പിന്നെന്തിനാ നാളെ തന്നെ പോണേ? 2 ദിവസം നിൽക്ക്. ഏയ്, പോണം. ഇവിടെ ഒരു ഫ്രണ്ടുണ്ട്, പഴയ ക്ലാസ്മേറ്റാണ്. നാളെ അവനെ പോയിന്ന് കാണണം. പിന്നെ നേരെ തിരിച്ചു പോകണം. തിരുവനന്തപുരം ഫാസ്റ്റ് പിടിച്ചാൽ വൈകിട്ട് വീടെത്തും. ഇനി അടുത്ത അവധിക്ക് വരാം. അവൻ മറുപടി പറയുമ്പോൾ 2 ദിവസം കൂടി നിൽക്കുവാനായി പരമാവധി നിർബന്ധിച്ചു മീര. പക്ഷേ വിഷ്ണു എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൻ ഉറങ്ങാനായി പോകുമ്പോൾ വീണ്ടും അസ്വസ്ഥയായി മീര. ഏട്ടാ, ഇനി മോൾ അവനോടും ഇങ്ങനെ എന്തേലും പറഞ്ഞു കാണുമോ? അതാകോ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? ഏയ്, അതൊന്നും ആകില്ലടോ. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന്. അവരൊന്ന് അടിച്ചു പൊളിച്ച് ചില്ലാകാനുള്ള പ്ലാനാകും. താൻ ടെൻഷനാകണ്ട. ആനന്ദ് പറഞ്ഞു നിർത്തുമ്പോൾ പതിയെ മീനുവിനെ പിടിച്ച് മടിയിലിരുത്തി മീര. മോളെ, മാമൻ മോളുടെ എവിടെ ടച്ച് ചെയ്തെന്നാ രാവിലെ അമ്മയോട് പറഞ്ഞത്? അത് എൻ്റെ ബാക്കിലാ. മോളുടെ മറുപടി കേട്ട് ചിരിച്ചു ആനന്ദ്. അവൻ വന്നപ്പോൾ തൊട്ട് മോളെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അതാകും. എന്നിട്ടിപ്പോൾ അവസാനം അവൻ്റെ പേരിലും പരാതി. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ആനന്ദ് പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. മോളെ, അത് നിൻ്റെ മാമനല്ലേ? മാമനും അച്ഛനും അമ്മയും എല്ലാം മോളുടെ വീട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ എടുക്കാനൊക്കെ വരുമ്പോൾ ഒന്ന് ടച്ച് ചെയ്താൽ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. മോൾ പറയേണ്ടത് പുറത്തുനിന്ന് ആരെയിലുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്താലാണ്. വീണ്ടും പതിയെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു മീര. അതോടെ ഒരിക്കൽ കൂടി ചിരിച്ചു ആനന്ദ്. ആഹാ, വീണ്ടും തുടങ്ങിയല്ലോ ക്ലാസ് എടുപ്പ്. ഒന്ന് കിടന്നുറങ്ങു മീരേ. പരിഹാസത്തോടെയുള്ള ആ വാക്കുകൾ കേൾക്കെ പിന്നെ ഒന്നും പറഞ്ഞില്ല മീര. പതിയെ മോളെ ചേർത്ത് കിടത്തി ലൈറ്റ് ഓഫാക്കി അവൾ. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങി. പതിവ് പോലെ മീര അടുക്കള ജോലിയിൽ മുഴുകി. ആനന്ദ് മോളുമായുള്ള കളികളിലും. സമയം ഉച്ചയോടടുക്കുമ്പോൾ മീരയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പർ ആയതിനാൽ ഒന്നും മടിച്ചാണവൾ കോൾ അറ്റൻഡ് ചെയ്തത്. എന്നാൽ ഫോണിലൂടെ കേട്ട വിവരങ്ങൾ അവളെ അടിമുടി വിറപ്പിച്ചു. ഏട്ടാ, ഏട്ടാ, വെപ്രാളത്തിൽ ഓടി മീര വരുമ്പോൾ ആനന്ദും ഒന്നമ്പരന്നു. ഇത് എന്തോറ്റടോ? എന്താ ഇത്രയ്ക്ക് വെപ്രാളം? അത് ഏട്ടാ, വിഷ്ണുവിനെ പോലീസോ എക്സൈസോ ഒക്കെ പിടിച്ചെന്ന്. ദേ ഇപ്പോൾ അവരെ എന്നെ വിളിച്ചേ. ആ വാർത്ത കേട്ട ആനന്ദിനും നടുക്കമായി. പോലീസോ? എന്തിന്? എന്താ കാര്യം? അത് ഏട്ടാ, ഏതാണ്ട് മയക്കുമരുന്ന് കടത്തിയെന്നോ എന്തോ പേരും പറഞ്ഞ് MDMA എന്നോ മറ്റോ. അതും കൂടി കേൾക്കെ ആനന്ദിൻ്റെ നടുക്കം പൂർണ്ണമായി. ദൈവമേ, ഇതെന്ത് കൂത്ത്! രാവിലെ ഇവിടുന്ന് പോയ ചെക്കനല്ലേ, ഇതിപ്പോൾ എന്താ കഥ? അവർക്ക് ആള് മാറിയതാകും. നീ വിഷ്ണുവിനെ ഒന്ന് വിളിച്ചേ, നമുക്ക് കാര്യം തിരക്കാം. കേട്ടപാടെ മീര വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്തത് എക്സൈസ് ഓഫീസറായിരുന്നു. വ്യക്തമായി കാര്യങ്ങൾ അന്വേഷിച്ച ആനന്ദ് ഒടുവിൽ വലിയ നടുക്കത്തോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു പോയി. ഏട്ടാ, എന്താ പറഞ്ഞേ? എന്താ സംഭവം?
ആകെ വെപ്രാളത്തിൽ മീര അവൻ അരികിലേക്കിരിക്കുമ്പോൾ മറുപടി പറയുവാൻ വാക്കുകൾ കിട്ടിയില്ല ആനന്ദിന് ആദ്യം. മീര, കേട്ടത് സത്യമാണ്. വിഷ്ണു നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കോഴിക്കോട്ടേക്ക് നമ്മളെ കാണാനാണെന്ന് പറഞ്ഞ് വന്നിരുന്നതിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇന്നവൻ കാണാൻ പോയ ആ ഫ്രണ്ടിൻ്റെ മയക്കുമരുന്ന് വാങ്ങി തിരുവനന്തപുരത്ത് എത്തിക്കലാണ് അവൻ്റെ പണി. ഞെട്ടലൂടെ ഒക്കെയും കേട്ടിരുന്നു മീര. നമ്മുടെ വിഷ്ണുവോ? അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പോഴും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല മീരയ്ക്ക്. തെളിവോടെയാണ് പിടിച്ചത്. വേറൊന്നും കൂടിയുണ്ട്. ഇവിടെ ഏത് സമയവും എക്സൈസ് ടീമെത്തും. അവൻ ഇവിടെ അവൻ്റെ മുറിയിലും സാധനം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അതുകൂടി കേട്ട് അറിയാതെ തലയിൽ കൈവച്ചു പോയി മീര. ഭഗവാനേ, ഇവിടെയോ? ഈ ചെക്കനത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? വൈകിയില്ല. എക്സൈസ് ടീമെത്തി. വീട്ടിൽ നിന്നും സാധനങ്ങൾ എടുത്തു പോയി. ചുറ്റും കൂടിയവരൊക്കെ അതിശയത്തോടെ ഒക്കെയും നോക്കി നിന്നു. വാർത്ത വേഗത്തിൽ പടർന്നു. നാട്ടിൽ നിന്ന് വിളിച്ച് അലമുറയിട്ട് കരയുന്ന അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു മീരയ്ക്ക്. കാരണം ആകെ തകർന്നു പോയ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദാണ്. രാത്രിയിൽ ആകെ വിഷമത്തിൽ ആനന്ദിന്റെ ചുമലിൽ ചാഞ്ഞു കിടക്കുമ്പോഴാണ് മീര ഒന്നാലോചിച്ചത്. ഏട്ടാ, അവർ പറഞ്ഞത് വെച്ചിട്ട് വിഷ്ണു ഇവിടെ ഈ വീട്ടിൽ വെച്ചും അത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോള് പറഞ്ഞത് അത്രമാത്രമേ അവൾ പറഞ്ഞുള്ളൂ. ഉദ്ദേശിച്ചത് എന്താണെന്ന് ആനന്ദ് മനസ്സിലാക്കി. ബെഡിൽ കിടന്നുറങ്ങുന്ന മീനുവിൻ്റെ നെറുകയിൽ ഒന്ന് തലോടി അവൻ. അറിയില്ല മീര, ലഹരി മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്ന്. ചിലപ്പോൾ മോളായിരിക്കാം ശരി. നീ കൊടുത്ത ക്ലാസ്സൊക്കെ അവൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകാം. വീണ്ടും മീരയുടെ മിഴികൾ തുളുമ്പി. ഭഗവാനെ, എന്നാലും ഇവൻ എങ്ങനെ തോന്നി ഇത്ര ഒരു ചെയ്ത് ചെയ്യാൻ? കാശിനു വേണ്ടിയാണ്. നല്ല കാശ് കിട്ടും ഇത് ചെയ്താൽ. പണത്തോടുള്ള ആർത്തി തന്നെയാണ് പുതുതലമുറയെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നാളെ കുറേ എടുക്കും പുറത്തു വരാൻ. വന്നാലും ചീത്തപ്പേര് അതങ്ങനെ തന്നെ ഉണ്ടാകും. ആനന്ദ് മീരയെ കൂടുതൽ തന്നോടടുപ്പിച്ചു. എന്തായാലും താൻ മോൾക്ക് ക്ലാസ് എടുക്കുന്നത് നിർത്തണ്ട. അവൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അവനത് പറയുമ്പോൾ മറുത്തൊന്നും പറഞ്ഞില്ല മീര. അങ്ങനെ ഏറെ വേദനയോടെ അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ആ ഒരു ദിവസം കൂടി അവസാനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.